അടുത്തതായിട്ട് ഈ ചാപ്റ്ററിലെ ചില ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തേത്, സിൽവർ ആറ്റം ഹാസ് കംപ്ലീറ്റ്ലി ഫിൽഡ് d orbitals, that is 4d10 in its ground state. How can you say that it is a transition element? സിൽവർ എന്ന എലിമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4d10 ആണ്, അതായത് d ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. എന്നാൽ എന്തുകൊണ്ടാണ് സിൽവറിനെ ഒരു ട്രാൻസിഷൻ എലിമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? അപ്പോൾ ആദ്യം തന്നെ സിൽവറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. സിൽവർ ആറ്റോമിക് നമ്പർ 47 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിരിക്കുന്നത് നോക്കൂ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എൻഡ് ചെയ്തിരിക്കുന്നത് 5s1 4d10 അതായത് d ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പോൾ d ഓർബിറ്റലിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലാത്ത d ഓർബിറ്റലുകൾ ഉള്ളവയെയാണ് സാധാരണയായിട്ട് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കാറുള്ളത്. എന്നാൽ സിൽവറിൻ്റെ കാര്യത്തിൽ നോക്കൂ, 4d10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. മാത്രവുമല്ല സിൽവർ പ്ലസ് അയോണുകളാണ് മിക്കവാറും കോമ്പൗണ്ടിലെല്ലാം തന്നെ കാണുന്നത്. അതായത് സിൽവറിന് +1 ഓക്സിഡൈസ് സ്റ്റേറ്റ്, ഉദാഹരണമായിട്ട് AgCl, AgBr എന്നിവയെല്ലാം. AgCl, AgBr പോലെയുള്ള കോമ്പൗണ്ടുകളിൽ സിൽവർ +1 ഓക്സിഡൈസ് സ്റ്റേറ്റ് കാണിക്കുന്നു. അങ്ങനെ +1 ഓക്സിഡൈസ് സ്റ്റേറ്റ് കാണിക്കുമ്പോൾ 5sൽ നിന്നും ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് അത് 4d10 ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലായിരിക്കും പ്രസൻ്റ് ആയിട്ടിരിക്കുക. എന്നാൽ വളരെ ചുരുക്കം ചില കോമ്പൗണ്ടുകളിൽ സിൽവർ +2 ഓക്സിഡൈസ് സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണെന്ന് നോക്കൂ. AgF2, അതുപോലെ തന്നെ AgO എന്നീ കോമ്പൗണ്ടുകളിൽ സിൽവർ +2 ഓക്സിഡൈസ് സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. സോ വെൻ ദീസ് കോമ്പൗണ്ട്സ് silver shows +2 oxidation state, Ag2+ is having 4d9 electrons. ചുരുക്കം ചില കോമ്പൗണ്ടുകളിലെങ്കിലും സിൽവർ +2 ഓക്സിഡൈസ് സ്റ്റേറ്റ് കാണിക്കുമ്പോൾ അവ 4d9 ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലാണ് കാണപ്പെടുന്നത്. അതായത് d ഓർബിറ്റൽ is not completely filled. d ഓർബിറ്റൽ നോട്ട് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ സിൽവറിനെ ഒരു ട്രാൻസിഷൻ എലമെൻ്റ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ട്രാൻസിഷൻ എലമെൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓക്സിഡേഷൻ സ്റ്റേറ്റിലോ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള d ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ അവയെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. Therefore we can say silver is a transition element. അടുത്ത ഒരു ചോദ്യം ഇതാണ്. In the series from scandium to zinc, the enthalpy of atomization of zinc is very lowest. Why? 3D transition series കൺസിഡർ ചെയ്യുമ്പോൾ സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള എലമെൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ സിങ്കിനാണ് ഏറ്റവും കുറവ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ഉള്ളത്. എന്താണ് അതിന് പിന്നിലെ കാരണം? സിങ്കിൻ്റെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ 126 kJ/mol ആണ്. എന്തുകൊണ്ടാണ് സിങ്കിൻ്റെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ മറ്റുള്ള എലമെൻസിനെ അപേക്ഷിച്ചുകൊണ്ട് കുറഞ്ഞിരിക്കുന്നത്? സിങ്കിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. സിങ്ക് ആറ്റമിക് നമ്പർ 30 ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കൂ. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10. ഇവിടെ സിങ്കിന് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള d ഓർബിറ്റലാണ് ഉള്ളത്. 3d10 ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അതിനാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള d ഓർബിറ്റൽ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഹാവിങ് ലീസ്റ്റ് ടെൻഡൻസി ടു ഫോം മെറ്റാലിക് ബോണ്ടിങ് ബിറ്റ്വീൻ ദ ആറ്റംസ്. ഇവിടെ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോണുകൾ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഇവയ്ക്ക് സാധാരണയായിട്ട് ബോണ്ടിങ്ങിന് വളരെ ലെസ് ടെൻഡൻസിയാണ് ഉള്ളത്. അതുകൊണ്ട് ഒരു മിക്സർ ഓഫ് ആറ്റംസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സിങ്ക് ലെസ് ടെൻഡൻസി മാത്രമാണ് മെറ്റാലിക് ബോണ്ടിങ് ഫോം ചെയ്യാനായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മിക്സറിൽ നിന്നും സിങ്ക് ആറ്റത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വളരെ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി മാത്രമേ ആവശ്യമുള്ളൂ. അതിനാൽ നമുക്ക് പറയാം zinc has stable ground electronic configuration due to its completely filled d orbitals. It has least tendency to form metallic bonds in this series, and thus it is having very low enthalpy of atomization. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
The E0 value for copper is positive, that is positive 0.34 volt. What is the possible reason for this? കോപ്പർ മെറ്റലിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ വാല്യൂ അല്ലെങ്കിൽ E0 വാല്യൂ എന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. E0 ഈസ് ഈക്വൽ ടു പ്ലസ് 0.34 വോൾട്ട്. എന്താണ് ഇതിന് പിന്നിലെ കാരണം എന്നതാണ് ചോദ്യം. ഇവിടെ ഒരു മെറ്റലിൻ്റെ E0 വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 ഫാക്ടേഴ്സിനെയാണ്. ആദ്യത്തേത് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ, രണ്ടാമത്തേത് എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ, മൂന്നാമത്തേത് ഹൈഡ്രേഷൻ എൻതാൽപ്പി. എന്താണ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ? പല ആറ്റംസ് ജോയിൻ ചെയ്ത് ഒരു മിക്സറായിട്ടിരിക്കുന്ന ഇതിൽ നിന്നും ഓരോ ആറ്റത്തിനെയും സെപ്പറേറ്റ് ചെയ്ത് ഗേഷ്യസ് ഫോമിലാക്കാൻ വേണ്ടി വരുന്ന എമൗണ്ട് ഓഫ് എനർജിയെയാണ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് മെറ്റൽ സോളിഡ് റിയാക്ട് വിത്ത് ദ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ, അതായത് മെറ്റൽ സോളിഡിനെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ഉപയോഗിച്ചുകൊണ്ട് മെറ്റൽ ഗ്യാസ് ആക്കി മാറ്റുന്നു. അതാണ് ആദ്യത്തെ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ, ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ഹെൽഡ് ഇലക്ട്രോൺ ഫ്രം ആൻ ഐസോലേറ്റഡ് ഗേഷ്യസ് ആറ്റം. ഒരു ഐസോലേറ്റഡ് ആയിട്ടുള്ള ഗേഷ്യസ് ആറ്റത്തിൽ നിന്നും ഏറ്റവും പുറമേയുള്ള ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ് എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് പറയാം ഗേഷ്യസ് രൂപത്തിലുള്ള ഒരു മെറ്റൽ എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് ഈ മെറ്റൽ M2+ അല്ലെങ്കിൽ അയണൈസ്ഡ് ഫോമിലേക്കായിട്ട് മാറുന്നു. അതാണ് രണ്ടാമത്തെ ഫാക്ടർ. മൂന്നാമത്തെ ഫാക്ടർ നോക്കൂ, ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഇവിടെ അയോൺ രൂപത്തിലിരിക്കുന്ന മെറ്റൽ ഹൈഡ്രേറ്റ് ചെയ്യപ്പെടുന്നു, അതായത് വാട്ടർ മോളിക്യൂൾ ചുറ്റും കവർ ചെയ്ത് ഹൈഡ്രേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ M2+ അയോണുകൾ അക്വസ് ഫോമിലേക്കായിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള 3 ഫാക്ടേഴ്സിനെ കമ്പയർ ചെയ്തിട്ടാണ് ഓരോ മെറ്റലിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സാധാരണയായിട്ട് പറയുന്നത്. ഏതൊക്കെയാണവ? എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ, എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ, എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ. എന്നാൽ ഇവിടെ കോപ്പറിൻ്റെ കാര്യത്തിൽ കോപ്പർ ഹാസ് ഹൈ വാല്യൂ ഓഫ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ആൻഡ് ലോ വാല്യൂ ഓഫ് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ. കോപ്പറിന് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ വാല്യൂ ഒരുപാട് കൂടുതലും എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ കുറവുമാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇറ്റ് മീൻസ് ദാറ്റ് എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ റിക്വയർഡ് ഈസ് നോട്ട് കോമ്പൻസേറ്റഡ് ബൈ ദ എനർജി റിലീസ്ഡ്. അതായത് ഇവിടെ മെറ്റൽ അയോണായിട്ട് മാറുന്നതിന് വേണ്ടി വരുന്ന എനർജി അല്ലെങ്കിൽ മെറ്റൽ അയോണായിട്ട് മാറുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയും തമ്മിൽ കമ്പയറബിൾ അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഈ കോപ്പറിൻ്റെ കാര്യത്തിൽ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ഒരു ഹൈ വാല്യൂവും എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ ഒരു ലോ വാല്യൂവുമാണ്. ഇതിൻ്റെ അർത്ഥം എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ റിക്വയർഡ് ഈസ് നോട്ട് കോമ്പൻസേറ്റഡ് ബൈ ദ എനർജി റിലീസ്ഡ്. റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയുമായിട്ട് കോമ്പൻസേറ്റ് ചെയ്യാത്ത രീതിയിലാണ് എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ ഉള്ളത്. അതായത് ആ വാല്യൂസ് തമ്മിൽ ഈക്വൽ അല്ല എന്നർത്ഥം. ഈ കാരണം കൊണ്ടാണ് കോപ്പർ സാധാരണയായിട്ട് പോസിറ്റീവ് E0 വാല്യൂ കാണിക്കുന്നത്. അടുത്ത ഒരു ചോദ്യം നോക്കൂ. ഹൗ ഡു യു അക്കൗണ്ട് ഫോർ ദ ഇറഗുലർ വേരിയേഷൻ ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻ ദ ഫസ്റ്റ് സീരീസ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്? ട്രാൻസിഷൻ എലമെൻസിൻ്റെ ഫസ്റ്റ് സീരീസ് ഓഫ് എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അവയുടെ അയണൈസേഷൻ എൻതാൽപ്പിക്ക് ഇറഗുലർ ആയിട്ടുള്ള മാറ്റമാണോ വരുന്നത്? ആ ഇറഗുലർ വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്നാണ്. ഇത്തരം ഒരു ചോദ്യം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിലെ ഫസ്റ്റ് സീരീസ് ഓഫ് എലമെൻറ്റ്സിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പിയെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാകണം. എങ്ങനെയാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി? ദ വേരിയേഷൻ ഇൻ അയണൈസേഷൻ എൻതാൽപ്പി വിതിൻ ദ ഡി ബ്ലോക്ക് ഈസ് സ്മോൾ ഡ്യൂ ടു the high screening effect and the force of attraction between each other. ഓരോ എലമെൻറ്റും തമ്മിലുള്ള അയണൈസേഷൻ എൻതാൽപ്പിയുടെ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആണ്. എന്താണ് അതിന് കാരണം? അതിന് കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ ഡി ഓർബിറ്റൽ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് അവ ഉണ്ടാക്കുന്ന സ്ക്രീനിങ് ഇഫക്റ്റും
അതുപോലെ തന്നെ അട്രാക്റ്റീവ് ഫോഴ്സും തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സീരീസിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്ത് വേരിയേഷനാണ് അയണൈസേഷൻ എൻതാൽപ്പിക്ക് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ദ അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ സീരീസ് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് വിച്ച് ഈസ് വേരിയഡ് വിത്ത് അക്കോർഡിംഗ് ടു ദെയർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസൃതമായിട്ട് ഒരു എലമെൻറ്റിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതിൽ ആദ്യത്തെ 4 എലമെൻസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദേ ആർ ഹാവിങ് വെരി ലിറ്റിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അയണൈസേഷൻ എൻതാൽപ്പി. എന്നാൽ സിങ്കിനോട് അടുക്കും തോറും അവ തമ്മിലുള്ള അയണൈസേഷൻ എൻതാൽപ്പി കൂടി വരുന്നതായിട്ട് കാണാം. മാത്രവുമല്ല സിങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ സിങ്ക് ഈസ് ഹാവിങ് വെരി ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ബിക്കോസ് ഓഫ് ദെയർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സിങ്കിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിങ്കിന് 3d10 ഇലക്ട്രോൺസിലാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിങ്കിൻ്റെ ഡി ഓർബിറ്റൽസ് എല്ലാം തന്നെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട് സിങ്ക് കൂടുതൽ എക്സ്ട്രാ സ്റ്റേബിൾ ആവുകയും അതിനാൽ അയണൈസേഷൻ എൻതാൽപ്പി വളരെ ഹൈ ആയിട്ടിരിക്കുകയും ചെയ്യുന്നു. മറ്റുള്ള എലമെൻസിനെ നോക്കൂ. ക്രോമിയം മുതൽ മാംഗനീസ് വരെയുള്ളവയ്ക്കും അതുപോലെ തന്നെ കോപ്പർ മുതൽ സിങ്ക് വരെയുള്ളവയ്ക്കും സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണയായിട്ട് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി കുറവാണ്. അല്ലെങ്കിൽ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഒരു വേരിയേഷൻ കാണിക്കുന്നു. എന്താണ് അതിന് കാരണം? ദർ ഈസ് എ ഫോൾ ഇൻ second ionization enthalpy from chromium to manganese and from copper to zinc because after the removal of one electron chromium and copper acquire a stable electronic configuration അല്ലെങ്കിൽ stable electronic configuration ആയിട്ട് മാറുന്നു. ക്രോമിയത്തിൻ്റെ കേസിലാണെങ്കിൽ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യപ്പെട്ടാൽ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിക്ക് ശേഷം ഇവ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള D5 ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കോപ്പർ ആണെങ്കിൽ D10 ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ആയിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ കോപ്പർ തൊട്ട് സിങ്ക് വരെയും ക്രോമിയം തൊട്ട് മാംഗനീസ് വരെയും സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി കുറയുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഇനി തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി കിടക്കുകയാണെങ്കിലോ ദ ഹൈ വാല്യൂ ഫോർ ദ തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി ഫോർ കോപ്പർ, നിക്കൽ, സിങ്ക് എക്സിട്ര. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യപ്പെട്ടാൽ അവ എല്ലാം തന്നെ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് മാറുന്നു. അതിൽ നിന്നും വീണ്ടും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി. അതിനാൽ തേർഡ് അയണൈസേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ സാധാരണയായിട്ട് കൂടി വരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മിക്കവാറും ഈ എലമെൻറ്റ്സ് എല്ലാം തന്നെ മാക്സിമം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ മാത്രമേ കാണിക്കുകയുള്ളൂ. അവയുടെ തേർഡ് അയണൈസേഷൻ വാല്യൂ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ സ്റ്റെബിലിറ്റി +2-നേക്കാളും വളരെ കുറവാണ്. അപ്പം ഇങ്ങനെ നമുക്ക് അയണൈസേഷൻ എൻതാൽപ്പി ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഫസ്റ്റ് സീരീസിലുള്ള അയണൈസേഷൻ എൻതാൽപ്പിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ഒരു ചോദ്യം ഇതാണ്: വൈ ഈസ് ഹയസ്റ്റ് ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓഫ് എ മെറ്റൽ എക്സിബിറ്റഡ് ഇൻ ഇറ്റ്സ് ഓക്സൈഡ് ഓർ എ ഫ്ലൂറൈഡ് ഓൺലി? ഒരു മെറ്റലിൻ്റെ ഏറ്റവും കൂടിയ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സാധാരണയായിട്ട് കാണുന്നത് മെറ്റൽ ഫ്ലൂറൈഡ്സിലോ മെറ്റൽ ഓക്സൈഡ്സിലോ ആണ്. എന്താണ് അതിന് പിന്നിലെ കാരണം? ചില എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിൽവർ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ കാണിക്കുന്ന കോമ്പൗണ്ടുകളാണ് സിൽവർ ഫ്ലൂറൈഡ്, സിൽവർ ഓക്സൈഡ്. അതുപോലെ കോപ്പർ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ കാണിക്കുന്ന കോമ്പൗണ്ട്സ് ആണ് കോപ്പർ ഓക്സൈഡ്, കോപ്പർ ഫ്ലൂറൈഡ് എന്നിവ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മിക്ക മെറ്റൽസും അവയുടെ ഫ്ലൂറൈഡ്സിലും ഓക്സൈഡ്സിലുമാണ് ഏറ്റവും കൂടിയ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. എന്താണ് അതിന് പിന്നിലെ കാരണം? ഫ്ലൂറിനും ഓക്സിജനും ചില പ്രത്യേകതകളുണ്ട് അല്ലേ? ഫ്ലൂറിൻ ആൻഡ് ഓക്സിജൻ ബോത്ത് ആർ ഹാവിങ് സ്മോൾ സൈസ് ആൻഡ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഓക്സിജനും ഫ്ലൂറിനും രണ്ടിനും എന്താണ്? സ്മോൾ സൈസും ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റിയുമാണ്. ഈ കാരണം തന്നെയാണ് മെറ്റൽസ് സാധാരണയായിട്ട് അവയുടെ ഫ്ലൂറൈഡ്സിലും ഓക്സൈഡ്സിലും ഹയർ ഓക്സിഡൈസ് സ്റ്റേറ്റ് കാണിക്കുന്നത്. എന്തായിരിക്കും അതിന് കാരണം? ബിക്കോസ് ഓഫ് ദിസ് സ്മോൾ സൈസ് ആൻഡ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി,
fluorine and oxygen can oxidize the metal to higher oxidation state. മെറ്റലിനെ ഓക്സിഡേഷൻ നടത്തിയിട്ട് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആക്കി മാറ്റാനായിട്ട് ഫ്ലൂറിനും ഓക്സിജനും സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ മെറ്റൽ ഫ്ലൂറൈഡ്സിലും മെറ്റൽ ഓക്സൈഡ്സിലും ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ കാണപ്പെടുന്നുണ്ട്. വിച്ച് ഈസ് എ സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജൻറ്റ്, Cr2+ ഓർ Fe2+ ആൻഡ് വൈ? ക്രോമിയം 2+ അയോണുകളാണോ അല്ലെങ്കിൽ അയൺ 2+ അയോണുകളാണോ ബെസ്റ്റ് അല്ലെങ്കിൽ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്സ് എന്നതാണ് ചോദ്യം. അതിന് പിന്നിലെ കാരണം എന്താണെന്നും ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം എഴുതുക? അപ്പോൾ ക്രോമിയത്തിൻ്റെയും അയേണിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. മാത്രവുമല്ല, ഒരു അയോണുകൾ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവ സ്വയം ഓക്സിഡേഷന് വിധേയമാകുന്നു. ഇവിടെ Cr2+ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുമ്പോൾ Cr2+ ചേഞ്ചസ് ടു Cr3+ ബിക്കോസ് ഇറ്റ് അണ്ടർഗോ ഓക്സിഡേഷൻ. ഇങ്ങനെ ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ D4 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചേഞ്ചസ് ടു D3 ഇൻ ദ കേസ് ഓഫ് ക്രോമിയം. എന്നാൽ അയേണിലോ Fe2+ ചേഞ്ചസ് ടു Fe3+ ആകുമ്പോൾ D6 ചേഞ്ചസ് ടു D5. അതായത് ക്രോമിയം 3+ ഇലക്ട്രോൺ സ്റ്റേറ്റിലും അതുപോലെ തന്നെ അയൺ 3+ സ്റ്റേറ്റിലും ഇരിക്കുമ്പോൾ അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ D3യും D5ഉമാണ് അല്ലേ? അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഏതാണ് മോർ സ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും D5 ആണെന്ന്, ബിക്കോസ് ഇറ്റ് ഈസ് ഹാഫ് ഫിൽഡ്. എന്നാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അയോൺസ് ആയിട്ട് മാറുന്ന പ്രവർത്തനം സാധാരണയായിട്ട് നടക്കുന്നത് ഒരു സോൾവെൻറ്റിൻ്റെ പ്രസൻസിലാണ്. സാധാരണ ഈ റിയാക്ഷൻ നടക്കുക ഒരു അക്വസ് മീഡിയം അല്ലെങ്കിൽ വാട്ടറിൻ്റെ പ്രസൻസിലാണ്. അപ്പോൾ അക്വസ് മീഡിയത്തിൽ അല്ലെങ്കിൽ ഒരു സോൾവെൻറ്റിൽ D3 കോൺഫിഗറേഷൻ ഈസ് മോർ സ്റ്റേബിൾ ദാൻ D5. അത് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഇൻ എ മീഡിയം D3 ഈസ് മോർ സ്റ്റേബിൾ ദാൻ D5. അതുകൊണ്ട് തന്നെ Cr2+ ഈസ് എ സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജൻറ്റ് ദാൻ Fe2+. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നമ്മളെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു തരം ചോദ്യമാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തതായിട്ട് ഒരു പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ദ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് M2+ aqueous ion Z is equal to 27. ഇവിടെ ആറ്റമിക് നമ്പർ Z is equal to 27 എന്ന് തന്നിരിക്കുന്നു. ഈ ഒരു മെറ്റലിൻ്റെ M2+ സ്റ്റേറ്റിലിരിക്കുമ്പോഴുള്ള സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. മെറ്റൽ Z is equal to 27 വരുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. ഇവിടെ നോക്കൂ, 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d7 എന്നാണ് വരുന്നത്. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ 4s2, 3d7. ഇതേ മെറ്റൽ തന്നെ അക്വസ് സൊല്യൂഷനിൽ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് M2+ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ M2+ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? മെറ്റലിലെ 4s2 ഇലക്ട്രോൺസ് ആണ് വിട്ടുകൊടുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 3d7 എന്നാണ്. അപ്പോൾ 3d7 ഈസ് ദ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. D7 എന്ന് പറയുമ്പോൾ അതിൽ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കൂ. ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന പോലെ 5 ഓർബിറ്റലുകളിലായിട്ട് 7 ഇലക്ട്രോണുകളെ റെപ്രസെൻ്റ് ചെയ്താൽ നമുക്ക് കാണാം n ഈസ് ഈക്വൽ ടു 3. എന്താണ് n എന്ന് പറയുന്നത്? n റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് അറിയാമെങ്കിൽ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? mu is equal to root of n into n+2. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. ഇവിടെ n is equal to 3 ആണ്. സോ mu is equal to root of 3 into 3+2. അതായത് root of 3 into 15. root of 3 into 5. That is equal to root 15. So the value is 3.87 bm. എന്താണ് bm? Bohr magneton. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ യൂണിറ്റ് ആണ് Bohr magneton. That is 3.87 Bohr magneton. അടുത്ത ഒരു ചോദ്യം നോക്കാം.
Explain why Cu plus ion is not stable in aqueous solution. Aqueous solutionൽ Cu plus അയോണുകൾ അത്ര സ്റ്റേബിൾ അല്ല. എന്താണ് അതിന് കാരണം? ഇവിടെ കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് കടക്കാം. കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതുമ്പോൾ എന്താണ് കിട്ടുക? 1s, 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d10 എന്നാണ്. അതായത് 4s1, 3d10 ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് കോപ്പറിൻ്റേത്. ഈ കോപ്പറിൽ നിന്നും ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യപ്പെട്ട് Cu പ്ലസ് അയോൺ ആയിട്ട് മാറുമ്പോൾ ഇത് d10 ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അക്വസ് സൊല്യൂഷനുകളിൽ സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ അക്വസ് സൊല്യൂഷനിൽ ഹാഫ് ഫിൽഡും കംപ്ലീറ്റ്ലി ഫിൽഡും ആയിട്ടുള്ള ഓർബിറ്റൽസ് എല്ലാം തന്നെ അൺസ്റ്റേബിൾ ആണ്. അതിനാൽ കോപ്പറിൻ്റെ Cu പ്ലസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ 3d10 ആയതുകൊണ്ട് കോപ്പർ പ്ലസ് അയോണുകൾ അക്വസ് സൊല്യൂഷനിൽ അൺസ്റ്റേബിൾ ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന പ്രധാന കാരണം കൊണ്ടാണ് ഇവിടെ കോപ്പർ അയോണുകൾ അൺസ്റ്റേബിൾ ആകുന്നത്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. ആക്ടിനോയിഡ് കൺട്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ഫ്രം എലമെൻറ്റ് ടു എലമെൻറ്റ് ദാൻ ലാന്തനോയിഡ് കൺട്രാക്ഷൻ. വൈ? ലാന്തനോയിഡ് കൺട്രാക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആക്ടിനോയിഡ് കൺട്രാക്ഷൻ കുറച്ചുകൂടെ കൂടുതലാണ്. എന്താണ് അതിന് പിന്നിലെ കാരണം? നമുക്ക് നോക്കാം. ദ ഡിക്രീസ് ഇൻ ആറ്റോമിക് ഓർ അയോണിക് റേഡിയൈ in actinoids is greater than lanthanoids because 5f electrons have poor shielding effect as compared to 4f electrons. Lanthanoids-നെ കമ്പയർ ചെയ്യുമ്പോൾ ആക്ടിനോയിഡ്സിന് കൺട്രാക്ഷൻ ഇൻ സൈസ് അല്ലെങ്കിൽ ആറ്റോമിക് ഓർ അയോണിക് റേഡിയൈ കുറഞ്ഞു വരുന്നത് വാല്യൂ കുറച്ച് കൂടുതലാണ്. എന്താണ് അതിന് കാരണം? ആക്ടിനോയിഡ്സിലുള്ള 5f ഓർബിറ്റൽസിന് പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ് ആണ് എന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം. Therefore, the effect of increased nuclear charge leading to the contraction in size is more in the case of actinoids. നമുക്കറിയാവുന്ന പോലെ തന്നെ ആക്ടിനോയിഡ്സും ലാന്തനോയിഡ്സിലും ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് വരുംതോറും ആ പീരീഡിൽ ആറ്റമിക് നമ്പർ കൂടി വരുന്നു. അപ്പോൾ ആറ്റമിക് നമ്പർ കൂടി വരുമ്പോൾ ഈ എലമെൻറ്റിൻ്റെ എല്ലാം ആറ്റമിക് ചാർജ് കൂടുകയും അല്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജ് കൂടുകയും ഇത് കൺട്രാക്ഷന് കാരണമാവുകയും ചെയ്യുന്നു.